ഹായ് നമസ്തേ, ഞാൻ സിന്ധു സതീശൻ. പിന്നെ ഞാൻ ഇതേട്ടാ ഇന്നലെ ആമസോണിൽ വാങ്ങിയതാണ്. ഇതിന് മുന്നേ എനിക്ക് ഇതുപോലത്തെ ഒരു മാല ഉണ്ടായിന്. അത് പിന്നെ എന്താ പറയുക, താഴെ വീട്ടി ഇതിൽ ഈ സംഭവമില്ലേ, ഇത് പൊട്ടിപ്പോയി. അപ്പോൾ എനിക്ക് ഈ മാല ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഞാൻ ഒന്നുകൂടി ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ഇന്നലെ കിട്ടിയിട്ടുണ്ട്. നോക്കട്ടെ, നല്ല കോമ്പിനേഷനാണ് ഇങ്ങനെ ഇട്ടിട്ട് കണ്ട. പക്ഷെ ഇത് കുറച്ചുകൂടി താവ് വേണമായിരുന്നല്ലേ, ചെറിയ താവ് വേണം. ഇതിങ്ങനെ ഇട്ട് നടക്കാനൊരു സുഖം വേറെ തന്നെയാണ്. രസമുണ്ടാവും. പിന്നെ എന്താ പറയുക, ഞാൻ ഷോപ്പിലാന്നുള്ളത് കാണുന്നില്ല, ഷോപ്പിലാന്നുള്ളത്. പിന്നെ ഈ ശനിയാഴ്ച ആയതുകൊണ്ട് കസ്റ്റമേഴ്സൊക്കെ കുറവാണ്. കമ്പനിയെല്ലാം അടച്ചിട്ടുണ്ടാവില്ലേ, അതുകൊണ്ട് ആൾക്കാരൊക്കെ കുറവാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ഏട്ടനോട് പറഞ്ഞു നമുക്ക് ലീവാക്കാന്നെല്ലാം പറഞ്ഞു. പക്ഷേ ഏട്ടൻ പറഞ്ഞു വേണ്ട, ലീവാക്കി കഴിഞ്ഞാൽ അത്രപ്പുറം കച്ചവടം കുറഞ്ഞ പോലെ, അതുകൊണ്ട് ലീവാക്കണ്ട, നീ കുറച്ച് നിൽക്ക് പോയിട്ട് വരാം, നമുക്ക് വീട്ടിൽ പോയിട്ട് പണിയൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, എല്ലാവർക്കും പിന്നെ ഈ സാധാരണ ജോലി ചെയ്യുന്നവർക്ക് ശനിയാഴ്ച ലീവായിരിക്കുമല്ലോ അല്ലേ. ചായയൊക്കെ കുടിച്ചു എന്ന് വിചാരിക്കുന്നു. ചായ അല്ല, ചോറിൻ്റെ സമയം 12 മണിയല്ലേ. ഞാനിപ്പോൾ വന്നതിൽ എനിക്ക് പിന്നെ എന്താ പറയുക, ചെറിയൊരു ശബ്ദമൊക്കെ മാറിയിട്ടില്ലേ. ശബ്ദം മാറാൻ കാരണം ഞങ്ങളുടെ കടയിലേക്ക് പിന്നെ ഈ IT കമ്പനിയിൽ നിന്ന് കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ആൻറ്റി ലെമൺ ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. ലെമൺ ജ്യൂസ് നല്ല ക്വാളിറ്റിയിൽ വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ലെമൺ ജ്യൂസ് അടിച്ചു കൊടുത്തതിന് ശേഷം അവർ കുടിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഭയങ്കര ടേസ്റ്റായിന് അങ്ങനെ എന്നിട്ട് കുറേ അങ്ങ് പുകഴ്ത്തിയിട്ട് ഞാനും വിചാരിച്ചു നല്ല ചൂടാണ്. പിന്നെ നാട്ടിലൊക്കെ ചൂടല്ല അല്ലേ, ഇവിടെ ഇപ്പോൾ 2 ദിവസമായിട്ട് മഴയുണ്ട്, അതുകൊണ്ട് കുറച്ച് തണുപ്പാണ്. ഇന്നൊക്കെ തണുപ്പാണ്, കുറച്ചൊരു ആശ്വാസമുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം ഭയങ്കര ചൂടാണ്. ചൂടായിട്ട് പിന്നെ അവർ ലെമൺ ജ്യൂസ് കുടിക്കുമ്പോൾ ഞാനും കുടിച്ചു. നല്ല തണുപ്പ് തന്നെ കുടിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 5-6 മണിയെല്ലാം ആകുമ്പോഴേക്കും എനിക്ക് തൊണ്ട വേദനിക്കാൻ തുടങ്ങിയായിരുന്നു. അത് ഞാൻ വലിയ കാര്യമാക്കിയിട്ടൊന്നുമില്ല. പിന്നെ പിറ്റത്തെ ദിവസം ആകുമ്പോഴേക്ക് ചെറുങ്ങനെ ചുമ വന്നതിന് ശേഷം പിന്നെ സൗണ്ട് മാറി, പനി ചെറിയ തോതിലുണ്ടായിരുന്നു. ടാബ്ലറ്റൊക്കെ കഴിച്ച് പനി കുറഞ്ഞു. പിന്നെ ശബ്ദം ഇപ്പോഴും മാറിയിട്ടില്ല. പിന്നെ എനിക്ക് ഈ ചുമ വന്നു കഴിഞ്ഞാൽ, സാധാരണ എല്ലാവർക്കും ചുമ വന്നു കഴിഞ്ഞാൽ ഈ മരുന്നൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകില്ല. എനിക്കങ്ങനെയല്ല. ചുമ വന്നു കഴിഞ്ഞാൽ ഒരു നല്ലോണം ചുമ വന്നു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിലൊക്കെ നിർത്താതെ ചുമച്ചു, ശ്വാസമൊക്കെ കിട്ടില്ല. എന്തുകൊണ്ടറിയില്ല, എനിക്ക് ആദ്യം അങ്ങനെയുണ്ട്, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അങ്ങനെ തന്നെ. ഇന്നിപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ചുമയൊക്കെ. എന്നാലും രാത്രിയിലേക്ക് ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങിയിട്ടേ ഇല്ലായിരുന്നു, ഭയങ്കര ചുമയായിരുന്നു. കൃഷ്ണതുളസി കഴിച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞു പോയി. ഇന്നിപ്പോൾ വൈകുന്നേരം പോയിട്ട് ടൗണിലേക്ക് പോയിട്ട് കൃഷ്ണതുളസി മേടിക്കണം, ഇല്ലെങ്കിൽ ഏലാതി അങ്ങോട്ട് മേടിച്ച് കഴിക്കണം. എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാൻ ഇഷ്ടമല്ല, കഴിക്കാൻ ഒരു രസം ഉണ്ടാവില്ലല്ലോ അല്ലേ. മറ്റേ ആയുർവേദം ഇങ്ങനെ നല്ല ടേസ്റ്റ് കഴിക്കുകയും ചെയ്യാം, അസുഖം മാറും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആയുർവേദത്തിനാണ് എനിക്കിഷ്ടം കൂടുതലായിട്ടും. പിന്നെ എന്താ പറയുക, ഞാൻ പറഞ്ഞു വരുന്നത് ഈ ചൂടധികമെന്നും പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് തണുപ്പുള്ളത് കുടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള എഫക്റ്റും വരാൻ ചാൻസ് ഉണ്ടല്ലേ. ഞാൻ ഉദാഹരണമാണ്, ഭയങ്കര തൊണ്ടവേദന എനിക്ക്. ശബ്ദമൊന്നുമില്ല, ഇവിടുന്ന് മാക്സിമം ഒച്ചയെടുത്ത് സംസാരിച്ചാൽ തന്നെ വരുന്ന ഏകദേശം ഇത്രയേ ഉള്ളൂ. ശബ്ദമൊക്കെ പോയത്, ഭയങ്കര തൊണ്ടവേദന, ചുമ, തൊണ്ടയൊക്കെ പൊട്ടിയെന്ന് തോന്നുന്നു ചുമച്ചിട്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ ഒരുപാട് തണുത്ത വെള്ളമൊക്കെ കുടിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ചുമയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ തൊണ്ടവേദന വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഒരു പരമാവധി തണുത്ത സാധനം, ഒരുപാട് തണുത്ത സാധനം ഞാൻ കഴിക്കാറില്ല. അതിന് കൂൾ ഡ്രിങ്ക്സ് ആയാലും ജ്യൂസ് ആയാലും ഒക്കെ ഒരു മീഡിയം തണുപ്പിലാണ് കഴിക്കുക. പക്ഷേ അന്നത്തെ ദിവസം ഭയങ്കര ചൂടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് പിന്നെ ലെമൺ ജ്യൂസ് എടുത്ത് കഴിച്ച് നല്ല അവർക്ക് അടിച്ചതിൽ കൂട്ടത്തിൽ അവരോട് വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ലെമൺ ജ്യൂസൊക്കെ കുടിച്ച് നല്ല അടിപൊളിയായിട്ട് കുടിച്ചു. അങ്ങനെ എന്താ പറയുക, അങ്ങനെ വലിയൊരു എന്താ പറയുക, ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഞാനുള്ളത്. പിന്നെ ഭയങ്കര ശബ്ദം
സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് തൊണ്ട തന്നെയാണ്, വണ്ടി പോയിക്കൊണ്ട്. അപ്പോൾ എന്താ പറയുക, വേറൊരു നല്ലൊരു കാര്യമായിട്ട് ഒരു സംഭവമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം പറയാനായിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.